ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡീസിൻസെ. ഇതെന്താ സാധനം എന്ന് വെച്ചാലും നോക്കണ്ട. ഹോസ്റ്റലിലാണ്. എൻ്റെ ബെഡ് താഴത്തെ ബെഡാണ്, അതിൻ്റെ മുകളിലത്തെ ബെഡിൻ്റെ അടിവശമാണ് കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇപ്പം കുറച്ചായിട്ട് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ അമല പോളിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ. അപ്പോൾ ഞാൻ നീലക്കുയിൽ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പേജ് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഭാവന ഒരു കോളേജിൽ എന്തോ ആണെന്ന് തോന്നുന്നു, അവിടെ എന്തോ ഒരു ഫങ്ഷന് പോയത് കണ്ടു. ഒരു ഫുൾ സ്കേർട്ടും ഇൻ ചെയ്തിട്ടൊരു ഷർട്ട് പോലത്തെ ഡ്രസ്സാണ് പുള്ളിക്കാരി ഇട്ടേക്കുന്നത്. ലുക്കിംഗ് ഗുഡ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻസിൽ എന്താ അമല പോൾ ഡ്രസ്സിങ്ങിൽ ഇങ്ങനെ കണ്ടുപഠിക്കണം എന്നുള്ള രീതിക്കുള്ള കുറച്ച് സംഭവങ്ങൾ വന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കോമൺ ആയിട്ടൊരു കമൻറ്റ് ഇട്ടു, ആർക്കും വേണ്ടിയിട്ടിടാണ്ട് കോമൺ ആയിട്ടൊരു സാധനം ഇട്ടു. എന്ത് ഡ്രസ്സിങ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരെ കംഫർട്ടാണ്, അല്ലാണ്ട് അത് കാണുന്നവർ പറയുന്നതിനനുസരിച്ചല്ല. പിന്നെ ഡ്രസ്സിനല്ല കുഴപ്പം, കാണുന്നവരെ കണ്ണിനാന്നുള്ളത്. അപ്പോൾ അതിന് ഒരാൾ എനിക്ക് റിപ്ലൈ ആയിട്ട് ഒരു കമൻ്റ് ഇട്ടേക്കുന്നത്, എന്താ പറയുക, അമല പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ല ഡ്രസ്സിൻ്റെ കാര്യത്തിൽ, ഇടയ്ക്കിടയ്ക്ക് ക്ലീവ് കാണുന്നതൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ടായിരുന്നു, വേറെ പല ബോഡി പാർട്സും കാണുന്നതെല്ലാം റെഡിയാക്കുന്നുണ്ട്, പുള്ളിക്കാരി കംഫർട്ടബിൾ അല്ല എന്നുള്ള തരത്തിൽ. പുള്ളിക്കാരി കംഫർട്ടബിളാണോ അല്ലേ എന്നുള്ളത് അവരാണോ തീരുമാനിക്കുന്നത്? അമല പോൾ ആ ഡ്രസ്സിൽ ഓക്കെ ആയതുകൊണ്ടാണ് പുള്ളിക്കാരി ആ ഡ്രസ്സ് ഇട്ടത്. അല്ലാതെ ആരും ഈ ഫംഗ്ഷന് പോകുമ്പോൾ ഈ ഡ്രസ്സേ മാത്രമേ ഇടാവൂ എന്ന് പറഞ്ഞാൽ ആരും കമ്പൽ ചെയ്ത് അവരെ കൊണ്ട് ഇടിപ്പിച്ചതല്ല. ഒന്നും വേണ്ട. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ചുരിദാർ ഇട്ടു, ഷോളുണ്ട്, ഷാൾ ഇട്ടിട്ടുണ്ട് ചുരിദാറിൻ്റെ. ഈ ഷാൾ ഇട്ട സാധനം, ഷാൾ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് എവിടെയെങ്കിലും ഇരിക്കുകയതാവുക ചെയ്യുമ്പോൾ ഈ ഷോള് നീങ്ങോ ഇല്ലേ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വലിച്ചു നിൽക്കുന്നത് എന്തിനാ? ആ ഡ്രസ്സിൽ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണോ? അല്ല, അതാ ഇരിക്കുന്ന സ്ഥാനത്ത് മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളതിനെ കുറിച്ചിട്ട് ബോധഡാവുന്നതുകൊണ്ടാണ്. സാരി ഉടുക്കുമ്പോൾ നമ്മൾ ഈ സൈഡിൽ കിടുന്ന ഭാഗം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറ്റി ഇതാക്കി ഇരിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ്? സാരി ഉടുക്കുന്നതിൽ കംഫർട്ട് അല്ലാത്തതുകൊണ്ടാണോ? അല്ല, അതങ്ങനെ യൂഷ്വലി നമ്മൾ ചെയ്യും. എന്തുവാണ് ഇത്? ആ അമല പോൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ ഡ്രസ്സ് ഓക്കെ ആയതുകൊണ്ടാണ് അവരിട്ടത്, അല്ലാതെ നിങ്ങൾക്ക് ഇത്രയും കുരു പൊട്ടേണ്ട കാര്യം എന്തോന്നിരിക്കുന്നടേ. മോശം. അപ്പോൾ ഓക്കെ, ബൈ.